എന്തായാലും KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ച് ഈ വിലക്കൊന്നും കാര്യമായിട്ട് ഫലിക്കാറില്ല. ഈ ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് വിലക്കിന്റെ ഒരു ഭാവി എന്തായിരിക്കും? SK ഇത്തരം വിലക്കുകളൊക്കെ കോൺഗ്രസിൽ പലപ്പോഴും പല വിലക്കുകൾ പാർട്ടിയെ സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറ്റുമെന്നൊക്കെ അവകാശപ്പെട്ടിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റുമാരുണ്ട്. അത് ഈ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് അതിൻ്റെ പ്രാദേശിക തലത്തിൽ വരെ, ബൂത്ത് തലത്തിൽ വരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ പലപ്പോഴും അതിൻ്റെ നേതാക്കൾ ഉയർത്താറുണ്ട്. പക്ഷേ കോൺഗ്രസ് അതെല്ലാം ലംഘിച്ചിട്ട് കോൺഗ്രസ് നേതാക്കൾ പിന്നീട് വന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അത് ഈ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് എന്ന് നേതാക്കൾ. അതെ, പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും അതിന് നൽകുന്ന ന്യായീകരണം പിന്നീട് ഇങ്ങനെ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇപ്പോഴേ തന്നെ, അതായത് വിധി ആർക്ക് അനുകൂലമാകും എന്നൊന്നും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല, വോട്ട് എണ്ണിയിട്ടില്ല. പക്ഷെ അപ്പോഴും കോൺഗ്രസിൽ ഇപ്പോൾ ആരായിരിക്കും ക്ലിഫ് ഹൗസിലേക്ക് വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചർച്ച. ഒന്നാം നമ്പർ, ഇപ്പോൾ ആ നമ്പറിന് പ്രസക്തിയില്ല, എന്നാൽ പോലും ഈ സ്റ്റേറ്റ് കാറിന്റെ ഉടമസ്ഥൻ കെ മുരളീധരൻ പറഞ്ഞു നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കണം എന്ന് കെ മുരളീധരൻ പറഞ്ഞു ഒരു ഘട്ടം. അതെ അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.